കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് പുതുപ്പള്ളി എംഎൽഎ ചാണ്ടി ഉമ്മൻ നടത്തിയ അപ്രതീക്ഷിതവും ശക്തവുമായ നിലപാടുകൾക്കൊടുവിൽ ദേശീയ നേതൃത്വം ഇടപെട്ടിരിക്കുകയാണ്. കെപിസിസി പുനഃസംഘടനയിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ നിയമനത്തിലും തനിക്കും അബിൻ വർക്കിക്കും നേരിടേണ്ടി വന്ന അവഗണനയിൽ പരസ്യമായി പൊട്ടിത്തെറിച്ച ചാണ്ടി ഉമ്മനെ ഒതുക്കാൻ ശ്രമിച്ച സംസ്ഥാന നേതൃത്വത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് എഐസിസി അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുന്നത്. വെറുമൊരു എംഎൽഎ ആയി ഒതുങ്ങാനില്ലെന്നും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പാരമ്പര്യം തന്നിലൂടെ തുടരുമെന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്നതായിരുന്നു ചാണ്ടി ഉമ്മന്റെ ഓരോ നീക്കവും. ചാണ്ടി ഉമ്മന്റെ പൊട്ടിത്തെറിയുടെ തീവ്രത തിരിച്ചറിഞ്ഞ ഹൈക്കമാൻഡ് അദ്ദേഹത്തെയും ഒപ്പം പ്രതിഷേധമുയർത്തിയ ഷമാ മുഹമ്മദിനെയും പുതിയ ദേശീയ പദവികൾ നൽകി തണുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ നാഷണൽ ടാലന്റ് ഹെഡ് നോഡൽ കോർഡിനേറ്റർ എന്ന പുതിയ പദവിയാണ് ചാണ്ടി ഉമ്മന് നൽകിയിരിക്കുന്നത്. ഇതിനോടൊപ്പം വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ മേഘാലയ, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളുടെ സംഘടനാ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. സമാനമായ രീതിയിൽ പ്രതിഷേധമുയർത്തിയ ഷമാ മുഹമ്മദിന് ഗോവയുടെ ചുമതലയും നൽകി. ഇത് കേവലം ഒരു പദവി നൽകൽ എന്നതിലുപരി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നൽകുന്ന വ്യക്തമായ ഒരു സന്ദേശം കൂടിയാണ്. ചാണ്ടി ഉമ്മനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ള കൃത്യമായ സന്ദേശം. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന നിലയിൽ പുതുപ്പള്ളിയിൽ ചരിത്ര ഭൂരിപക്ഷം നേടി നിയമസഭയിലെത്തിയ ചാണ്ടി ഉമ്മനെ ഒരു സാധാരണ എംഎൽഎ ആയി മാത്രം കണ്ട സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടലുകൾക്കാണ് ഈ സംഭവത്തോടെ അടികിട്ടിയിരിക്കുന്നത്. കെപിസിസി പുനഃസംഘടനയിൽ അർഹമായ സ്ഥാനം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ജംബോ പട്ടികയിൽ അദ്ദേഹത്തെ ഒരിടത്തും പരിഗണിച്ചില്ല. ഇതാണ് ചാണ്ടി ഉമ്മനെ കടുത്ത അതൃപ്തിയിലേക്ക് നയിച്ചത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മൻ ശക്തമായി പിന്തുണച്ചിരുന്ന നേതാവായിരുന്നു അബിൻ വർക്കി. എന്നാൽ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പേരിൽ അബിനെ തഴഞ്ഞ് OJ ജനേഷിനെ അധ്യക്ഷനാക്കുകയും ചെയ്തിരുന്നു. സംഘടനയ്ക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ട അബിനെ പോലെയുള്ളവരെ അവഗണിക്കുന്നത് ശരിയല്ലെന്ന് ചാണ്ടി ഉമ്മൻ പരസ്യമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന ചാണ്ടി ഉമ്മനെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്: തന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ഇത്തരമൊരു നടപടി ഉണ്ടായത് ബോധപൂർവം തന്നെ അവമാനിക്കാനാണെന്നും ഞാനും ഒരു മനുഷ്യനാണ്, എനിക്കും വേദനയുണ്ട് എന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വികാരധീനനായി പ്രതികരിച്ചത് ഈ വിഷമത്തിന്റെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. തന്റെ അതൃപ്തി വാക്കുകളിൽ മാത്രം ഒതുക്കാൻ ചാണ്ടി ഉമ്മൻ തയ്യാറായില്ല. നേതൃത്വത്തെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം കെപിസിസിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് പുറത്തു പോവുകയും റാന്നിയിൽ നടന്ന കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്നിട്ടും അദ്ദേഹം ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു. ഇത് നേതൃത്വത്തോടുള്ള തന്റെ പ്രതിഷേധം എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. ചാണ്ടി ഉമ്മന്റെ ഈ നീക്കങ്ങൾ AI ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിനുള്ളിൽ പുതിയൊരു ചേരി രൂപപ്പെടുന്നതിന്റെ സൂചനയായി പലരും വിലയിരുത്തി. ഉമ്മൻചാണ്ടിയോടൊപ്പം നിന്ന പഴയ A ഗ്രൂപ്പ് നേതാക്കളിൽ പലരും പുനഃസംഘടനയിൽ തഴയപ്പെട്ടതോടെ ചാണ്ടി ഉമ്മന് പിന്നിൽ അണിനിരക്കാൻ തുടങ്ങി. ഇതോടെ വിഷയം സംസ്ഥാന നേതൃത്വത്തിന്റെ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തിയിരുന്നു. ചാണ്ടി ഉമ്മൻ ഉയർത്തിയ കലാപം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ, പ്രത്യേകിച്ച് കെപിസിസി അധ്യക്ഷനെയും പ്രതിപക്ഷ നേതാവ് VD സതീശനെയും വലിയ പ്രതിരോധത്തിലാക്കി. ചാണ്ടി ഉമ്മന്റെ പ്രതിഷേധം കേവലം ഒരു വ്യക്തിയുടെ അതൃപ്തിയായി കാണാൻ കഴിയില്ലായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന വികാരത്തെ ഒപ്പിയെടുത്ത് പുതുപ്പള്ളിയിൽ നിന്ന് ജയിച്ചു വന്ന ഒരു നേതാവിനെ പിണക്കുന്നത് പാർട്ടിയുടെ അടിത്തറ ഇളക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് അറിയാമായിരുന്നു. അവസാനം KC വേണുഗോപാൽ തന്നെ ഹൈക്കമാൻഡുമായി ഇടപെടുകയും തുടർന്ന് താൽക്കാലിക പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. ചാണ്ടി ഉമ്മനെ അനുനയിപ്പിക്കാതെ പോയാൽ അത് കേരളത്തിൽ പാർട്ടിക്കകത്ത് വലിയൊരു പിളർപ്പിന് പോലും കാരണമായേക്കാമെന്ന തിരിച്ചറിവാണ് പുതിയ പദവി നൽകി പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ പ്രേരിപ്പിച്ചത്. പ്രതിഭകളെയും ജനപിന്തുണയുള്ള യുവ നേതാക്കളെയും വളർത്തിക്കൊണ്ടുവരുന്നതിന് പകരം ഗ്രൂപ്പ് താല്പര്യങ്ങൾക്കും കസേര രാഷ്ട്രീയത്തിനും പ്രാധാന്യം നൽകുന്ന കോൺഗ്രസിലെ പതിവ് ശൈലിയാണ് ഈ സംഭവ വികാസങ്ങളിലൂടെ ഒരിക്കൽ കൂടി മറനീക്കി പുറത്തുവരുന്നത്. ഉമ്മൻചാണ്ടിയെ പോലെ ഒരു ജനകീയ നേതാവിന്റെ മകന് പോലും സ്വന്തം പാർട്ടിയിൽ നിന്ന് ഇത്തരം അവഗണനകൾ നേരിടേണ്ടി വരുന്നുവെങ്കിൽ സാധാരണ പ്രവർത്തകന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പുതിയ പദവി നൽകി ചാണ്ടി ഉമ്മനെ താൽക്കാലികമായി നിശബ്ദനാക്കാൻ ഹൈക്കമാൻഡിന് കഴിഞ്ഞിരിക്കാം. എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് കാരണമായ അടിസ്ഥാനപരമായ വിഷയങ്ങൾ ഇപ്പോഴും കേരളത്തിലെ കോൺഗ്രസിൽ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗ്രൂപ്പ് കളികളും വ്യക്തി താല്പര്യങ്ങളും അവസാനിപ്പിച്ച് അർഹതയ്ക്ക് അംഗീകാരം നൽകുന്ന ഒരു പ്രവർത്തന ശൈലിയിലേക്ക് മാറാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ കൊളുത്തിയ ഈ തീപ്പൊരി ഒരു കാട്ടുതീയായി പടരാൻ അധികകാലം വേണ്ടിവരില്ല.